ഇക്ക ഇങ്ങനെ എഴുതുന്ന ആളാണല്ലോ. അപ്പോൾ ഈ ഒരു ശീലം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നതാണോ? അങ്ങനെയല്ല, ചെറുപ്പത്തിൽ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെറുപ്പത്തിൽ കയ്യക്ഷരം നന്നാക്കാൻ വേണ്ടിയുള്ള എഴുത്തായിരുന്നു. ഹാൻഡ് റൈറ്റിംഗ് നന്നാകുക എന്ന് പറഞ്ഞ ഇതുള്ള രീതി. അപ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ എഴുതുക എന്നുള്ളതിനേക്കാൾ വായിക്കാനുള്ള ഇഷ്ടമുണ്ടായിരുന്നു. വായിച്ചിങ്ങനെ വരുമ്പോൾ ചില എഴുത്തുകാരോടുള്ളൊരു താല്പര്യം, അപ്പോൾ അവരുടെ ഒരു ശൈലി നല്ല ഇഷ്ടമാവും. ഇപ്പോൾ MT വായിക്കുമ്പോൾ ബഷീർ അങ്ങനെയുള്ള ആളുകളുടെ ശൈലിയുടെ ഒരു ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒന്ന് എഴുതി നോക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ഒരു ശ്രമം. അങ്ങനെ കുറേ കാലം ശ്രമിച്ചതിന് ശേഷമാണ് എഴുതാനുള്ള ധൈര്യം വന്നത്. ചെറിയ നോട്ട്സ് ഫേസ്ബുക്കിലും കേട്ടു, അതിന് റെസ്പോൺസ് വന്നു. അങ്ങനെയാണ് പിന്നെ ചില സ്ലോട്ടുകൾ വരുമ്പോൾ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ എഴുതി. ഏറ്റവും ഇക്കായെ മനസ്സിൽ സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ അങ്ങനെ ഉണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരൻ MT ആണ്. MT ഇഷ്ടമാണ്. മറ്റേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇഷ്ടമാണ്. മലയാറ്റൂരിൻ്റെ എല്ലാവരുടെയും എഴുത്തിൻ്റെ ഓരോ ശൈലി ഉണ്ടല്ലോ. ഇപ്പോൾ OV വിജയൻ്റെ പുസ്തകങ്ങളാണെങ്കിലും സേതുവിൻ്റെ പുസ്തകങ്ങളാണെങ്കിൽ, ഇപ്പോൾ പുതിയ എഴുത്തുള്ള ബാലേന്ദ്രൻ്റെ പോലെ, അല്ലെങ്കിൽ ഇട്ടിക്കോര പോലെയുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ബെന്യാമിൻ്റെ പോലെയുള്ള അവരെ പല തരത്തിലുള്ള എഴുത്തുകാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എഴുത്തിൻ്റെ ശൈലി വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, ഇത് ആരെഴുതിയാൽ നമുക്ക് വായിച്ചാൽ വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ശൈലികളോട് എനിക്കിഷ്ടമാണ്. പക്ഷേ സ്വാധീനിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അങ്ങനെയാണ് എഴുത്തിൻ്റെ രീതി. കഥകൾ ഇപ്പോൾ MT സാറിൻ്റെ ആണെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആണെങ്കിലും ഒക്കെ കഥകൾ സിനിമകളായിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരുപാട് ഇപ്പം ആടുജീവിതം ആണെങ്കിലും എല്ലാ സിനിമകളായിട്ടുണ്ട്. അത്രയും വായിച്ച് നമ്മൾ ആ ബുക്കിലോട്ട് ഇറങ്ങി ചെല്ലുന്ന ആളുകൾ എന്ന നിലയിൽ അതൊക്കെ സിനിമകളാവുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വായിക്കുമ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റ് മൂവി കാണുമ്പോൾ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ വായിക്കുന്ന പല കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്ത് വരുത്തുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതാണ് ഈ എഴുത്തും വായനയും സിനിമയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ പണ്ടൊക്കെ ഒരുപാട് നോവലുകൾ സിനിമയായിട്ടുണ്ട്. അതിലൊക്കെ ഒരു സിനിമ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ഈ എഴുത്ത് നോവലുകളിലോ കഥകളിലോ ഒന്നും സിനിമ കുറവാണ്, വിഷ്വൽസ് കുറവാണ്. അത് ഒരു ദിവസത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോഴും സിനിമകളും അങ്ങനെയാണല്ലോ. ഒരുപാട് നീണ്ടകാല കഥകളൊന്നും പറയുന്നില്ലല്ലോ. ചെറിയ ഒരു ദിവസത്തെ കഥ, അല്ലെങ്കിൽ ഒരു മണിക്കൂറത്തെ കഥ, ഒരു കല്യാണത്തിൻ്റെ കഥ, അത്രയൊക്കെ പറഞ്ഞുള്ളൂ. പക്ഷേ എഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന എഴുത്തുകളുണ്ട്. അതാണ് സിനിമയാക്കാൻ പറ്റുന്നത്. വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഇതുപോലെ സിനിമയായപ്പോഴത്തേക്ക് അതിനോട് ഒരു 90% നീതി പുലർത്തി എന്ന് തോന്നിയ കുറച്ച് സിനിമകൾ നമുക്ക് ഈ പറഞ്ഞില്ലേ. ഇപ്പോൾ നമ്മൾ പണ്ട് വന്നിട്ടുള്ള സിനിമകൾ, ഇപ്പോൾ ചെമ്മീനോ അനുഭവ വാഴ്ചകളോ അല്ലെങ്കിൽ ഏണിപ്പടികളോ അങ്ങനെയുള്ള സിനിമകൾ, ഒരുപാട് പുസ്തകങ്ങൾ സിനിമയായിട്ടുണ്ട്, ഒരുപാട് നാടകങ്ങൾ സിനിമയായിട്ടുണ്ട്. അതൊക്കെ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയുടെ ഫോർമാറ്റിലേക്ക് മാറുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്. ഇപ്പോൾ എഴുതുന്നവരുടെ വിഷ്വലൈസ് ചെയ്യുന്നവരുടെ ഇത്. അതുകൊണ്ടാണ് ഈ തിരക്കഥ വേറെ മാറി നിൽക്കുന്നത്. ഒരു നോവൽ സിനിമയാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്ക്രിപ്റ്റിങ്ങിലാണ്. സ്ക്രിപ്റ്റ് എഴുതുന്നത് സിനിമയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചില മാറ്റങ്ങളും ഒതുക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അതെ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിലും ഒരു അന്നത്തെ കാലത്ത് ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വരുന്ന സമയത്ത് സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ദൂരത്തിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ഫാമിലിയിൽ ഒരുപാട് പേരും ആ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ? അങ്ങനെ നമ്മൾ ഓർത്തഡോക്സ് ആണ്, നമ്മൾ വളരെ മതപരമായ രീതിയിലൊക്കെ ജീവിക്കുന്ന, വളരെ ഗ്രാമീണ ജീവിതം നയിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെയും നമ്മൾക്ക് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും ഒരു കുരുക്കിടാൻ വീട്ടിലുള്ളവർ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഉത്സവം കാണാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ സിനിമ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൂട്ടുകാരെടുത്തൊന്ന് അവിടെ കറങ്ങാൻ പോകുന്നു എന്നുള്ളതിനൊന്നും അത് വേണ്ട, അങ്ങനെയൊന്നും നിഷേധിച്ചിട്ടില്ലോ, അങ്ങനെ നിഷ്കർഷത വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ സിനിമ കാണിക്കാൻ ചെറുപ്പത്തിലെ വാപ്പ തന്നെ നമ്മൾ ഒരുപാട് സിനിമകൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനും ഏട്ടനും അനിയനും പെങ്ങളും എല്ലാവരും കൂടി ഞങ്ങൾ കുടുംബസമേതം തന്നെ ഈ പറയുമ്പോൾ ഈ ഓർത്തഡോക്സ് രീതിയിൽ അല്ലെങ്കിൽ മുസ്ലിം ഇതിൽ വന്നാൽ പോലും ഞങ്ങൾ എല്ലാവരും കൂടി രാത്രി സിനിമ സെക്കൻഡ് ഷോ കാണാനൊക്കെ ഒരുപാട് സിനിമകൾ അന്നൊക്കെ ഈ C ക്ലാസ് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത്. അന്ന് ടൗണിലൊന്നും പോയി സിനിമ കാണാൻ നടക്കില്ല. അങ്ങനെ ഇതുകൊണ്ട് എന്നാലും ഒരു മുസ്ലിം ഫാമിലിയൊക്കെ സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോകുന്ന നമ്മളിങ്ങനെ കണ്ടിട്ടില്ലായിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ടില്ല. ഒരു ആ സിനിമ കണ്ടാൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ സിനിമ നല്ലതാണെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി പോയി കാണും. പാപ്പ തന്നെ ഞങ്ങൾ ഒരുപാട് സിനിമകൾ കാണിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും എല്ലാവരും ഒരുപാട് സിനിമകൾ കാണിച്ചു. അപ്പോൾ അങ്ങനെ സിനിമ നമ്മളിലേക്ക് സിനിമ വരികയായിരുന്നു. നാച്ചുറലി സംഭവിച്ചതാണ്. ഈ പറയുന്ന മക്കളൊക്കെ ആണെങ്കിലും നെക്സ്റ്റ് ജനറേഷനും ഇതുപോലെ ഇപ്പൊ അഷ്കർ ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും മക്ബൂൽ ആണെങ്കിലും ഇവരും എല്ലാവരും മൂവിയിലോട്ട് വരിക. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊന്നും സിനിമയിലേക്ക് വരണമെന്ന് നമ്മളൊന്നും ആഗ്രഹിച്ചില്ല. ഇപ്പം മമ്മൂട്ടിനെ സംബന്ധിച്ച് പുള്ളി സിനിമ ആഗ്രഹിച്ച ആളാണ്, അത് സിനിമയിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ഞാൻ ആക്സിഡൻ്റലി സിനിമ വന്നതാണ്. അങ്ങനെ ഒരു പർപ്പസ്ഫുള്ളായിട്ട് വന്ന ആളാണ്.
പിന്നെ ഇപ്പോൾ പുതിയ ജനറേഷൻ ഇപ്പോൾ മക്കൾ സിനിമയിൽ അഭിനയിക്കുന്നത് അവർ കണ്ട് വളർന്ന സംഭവങ്ങളിലാണ്. അപ്പോൾ അവർക്കൊരു റോൾ മോഡൽ എന്ന് പറയുമ്പോൾ അഭിനയിക്കുന്ന അല്ലെങ്കിൽ മമ്മൂട്ടി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം അവർക്ക് സിനിമയിലേക്ക് വരാൻ താല്പര്യമുണ്ടായി. പിന്നെ എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ ബ്ലഡിലുള്ള ഒരു ഇപ്പോൾ ദുൽഖറിൻ്റെ ആണെങ്കിലും മക്ബൂലിൻ്റെ ആണെങ്കിലും ഒക്കെ ബ്ലഡിൽ അതുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. സിനിമയ്ക്കോ അല്ലെങ്കിൽ സീരിയലിനോ അതായത് ഈ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ലൈഫിൽ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടോ? സാക്രിഫൈസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ നേടുമ്പോൾ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലാം കൂടി ഒരുമിച്ച് നേടണമെന്ന് വിചാരിച്ചാൽ നടക്കുന്നത്. നമ്മൾ തിരക്കാവുന്നു, നമ്മൾ അഭിനയിക്കാൻ പോകുന്നു, അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ പ്രൈവസി കുറച്ച് നഷ്ടപ്പെടും. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ പ്രൈവസി ഞാൻ പബ്ലിക്കിലേക്ക് ഇറങ്ങാതിരിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ല. ഞാനൊരു കോമൺ മാനായിട്ടേ നിന്നിട്ടുള്ളത്. കാരണം എൻ്റെ ഇൻഡസ്ട്രി അങ്ങനത്തെ സീരിയൽ എന്ന് പറയുമ്പോൾ ജനങ്ങളിലൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, സിനിമയേക്കാൾ കൂടുതൽ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സീരിയൽ. അപ്പോൾ നമ്മുടെ ആൾക്കാർ വീട്ടിൽ നിന്ന് കാണുകയാണ്, മറ്റുള്ളവർ തിയേറ്ററിൽ പോയിട്ടാണ് കാണുക. സിനിമ കാണാൻ നമ്മൾ അങ്ങോട്ട് പോകണം, സീരിയൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് കാണുമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജനകീയമായിട്ടുള്ള ഒരു ഇടപെടലുകളുണ്ട് ജനങ്ങളുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ആളുകളിങ്ങനെ എനിക്ക് വരുന്ന എൻ്റെ അഭിനയത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ അപ്പുറത്തേക്ക് മമ്മൂട്ടിയുടെ അനിയൻ എന്നുള്ളൊരു കെയർ ഓഫും കൂടെ ആൾക്കാരിങ്ങനെ വെക്കണം. ആ ഒരു അതായത് ഇക്കയ്ക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും മമ്മൂക്കാട് അനിയൻ, ഓക്കെ ഒബ്വിയസ്ലി മമ്മൂക്കാട് അനിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചേട്ടന്മാരുടെ പേരൊക്കെ പറയുമ്പോൾ സിബ്ലിങ്സിൻ്റെ പേര് പറയുമ്പോൾ സന്തോഷമാണ്. ബട്ട് ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്നതാണോ അതോ മമ്മൂക്കയുടെ ബ്രദർ എന്ന് പറയുന്നതാണോ കൂടുതൽ? അത് നമുക്കൊരു ഐഡൻറ്റിറ്റി അല്ലേ, നമുക്കൊരു എന്താ പറയുക അംഗീകാരമാണ്. ഇന്നയാളുടെ അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ പേര് പറയുമ്പോൾ ഇന്നയാളുടെ മകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാദറിനെ കൂടി ചേർത്ത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. നമ്മുടെ ഇപ്പോൾ ഞാൻ മക്ബൂലിൻ്റെ വാപ്പ എന്ന് പറയുമ്പോൾ, ദുൽഖറിൻ്റെ കൊച്ചാപ്പ എന്ന് പറയുമ്പോഴും, മമ്മൂട്ടിയുടെ അനിയൻ എന്ന് പറയുമ്പോഴും, പണവറമ്പിൽ ഇസ്മായിലിൻ്റെ മകൻ എന്ന് പറയുമ്പോഴും കിട്ടുന്ന ആ സുഖത്തെക്കാൾ വലിയ സുഖങ്ങളൊന്നും ഇല്ല. ഒരു കംപ്ലീറ്റ് ഫാമിലി മാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലി മാൻ, ആ ഒരു ടാഗ് ലൈൻ ഇക്കയ്ക്ക് സ്വീകരിക്കുന്ന ആളാണോ? അങ്ങനെ തന്നെയാണ് നമുക്കിഷ്ടം. കാരണം നമ്മുടെ ഫാമിലി വീട്ടിലുള്ള കളിക്കില്ല. എല്ലാം തികഞ്ഞ ഒരു ഫാമിലി മാനാവാൻ സാധിക്കില്ലെങ്കിലും അവരൊക്കെ ഒരുവിധം തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്ത് എപ്പോഴും ഉണ്ടാകുക. അവിടെ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ സന്തോഷം ഉണ്ടാകുക. നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ സിനിമ സീരിയൽ ഡിഫറൻസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രേക്ഷകർക്കാണെങ്കിലും എന്താ പറയുക, സിനിമ ഇൻഡസ്ട്രിയിലുള്ളവരോടും സീരിയൽ ഇൻഡസ്ട്രിയിലുള്ളവരോടും രണ്ട് തരത്തിലുള്ള പെരുമാറ്റമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല, പെരുമാറ്റം രണ്ടു തരത്തിലാണ് നമുക്ക് ഫീൽ ചെയ്യാനുള്ള. കാര്യം സിനിമ കുറച്ച് ഡിസ്റ്റൻ്റ് ഉണ്ട്, സീരിയൽ അങ്ങനെയല്ലോ. സീരിയലിലെ ആൾക്കാരോട് ആളുകൾക്ക് കുറച്ച് കൂടുതൽ അടുപ്പം തോന്നും, വീട്ടിലുള്ളവരെ പോലെ തോന്നും. കാരണം നമ്മൾ റെഗുലറായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഞാനൊരു സീരിയൽ അഭിനയിക്കുകയാണെങ്കിൽ ദിവസവും അവരുടെ വീട്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഫ്ലറിഷ്ഡായാണ്, കുറച്ചുകൂടി കളർഫുള്ളാണ്, കുറച്ച് ലൈമിൽ ഇതായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും, കാണാൻ ബുദ്ധിമുട്ടാവും. നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ആളുകൾ റെയിൽവേ സ്റ്റേഷനിലോ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസബിൾ ആണ്. അപ്പോൾ